ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എൻ്റെ സൺഡേ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകി. അപ്പോൾ അതേ കാലത്ത് അത്യാവശ്യം നേരം വൈകിട്ട് തന്നെയാണ് എണീറ്റത്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടോ. 8:37 ആയിട്ട് എണീക്കുമ്പോൾ അപ്പോൾ അമ്പും എണീക്കാനുണ്ടായിരുന്നുള്ളൂ. ആളും ഉറക്കത്തിൽ ഇങ്ങനെ മൂടിപ്പൊതിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊന്ന് മഴ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതച്ച് മൂടി അങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഒരു മഴക്കാർ പോലുള്ളൊരു ഇതായിരുന്നു പുറത്ത്. പക്ഷെ എന്നാൽ മഴയില്ല. അപ്പോൾ 8:30 സമയത്ത് ഇങ്ങനെയാണ് പുറത്തുണ്ടായിരുന്നത് കേട്ടോ. മഴയ്ക്ക് പെയ്യാനുള്ളതാണെന്ന് ചോദിച്ചാൽ മഴ ഒന്നും പെയ്തൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിൽ വന്നു. അടുക്കളയിൽ വന്നാൽ ഞാൻ ആദ്യം ചെയ്തിട്ട് ഡോറൊക്കെ തുറന്നുള്ളൂ കേട്ടോ. ജനൽ വീട്ടിലുള്ള ദിവസമാണെന്ന് വെച്ചാൽ ഞാൻ ഒരുവിധം നമ്മുടെ വീട്ടിൽ ഉള്ള ജനലിൻ്റെ ഡോറൊക്കെ തുറന്നുവിടും കേട്ടോ. അത് ചിലപ്പോൾ സൺഡേ ഒക്കെ ആണെച്ചെങ്കിൽ ഒരുവിധം എല്ലാ റൂമിൻ്റെ ഡോറൊക്കെ തുറന്നിടും, അതുപോലെ ജനലുകളും തുറന്നിടും. അപ്പോൾ നമുക്ക് ഇന്ന് ആ കിച്ചണിൽ ഡ്യൂട്ടിയില്ല. ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. വേറെ ഒന്നല്ല, ഗ്യാസ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം നമുക്ക് വിറകടുപ്പിൽ വേണം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്താൽ കിട്ടാൻ കുറച്ച് വൈകുന്നുണ്ട്, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ വേഗം ഞാൻ രണ്ടടുപ്പിലും തീ പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. വേഗം തന്നെ ചെമ്പിൽ വെള്ളം വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് ചായക്കും എല്ലാത്തിനും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. പിറ്റത്തെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശക്കല്ലും വെക്കുന്നുണ്ട് കേട്ടോ. അന്ന് നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങൾ ഈ ഒരു കൊട്ടയിൽ നിന്ന് ആ സ്റ്റാൻഡുമ്മേക്ക് അടക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അത് ആദ്യം അടക്കി വെക്കട്ടെ, എന്നാലല്ലേ കഴുകണ പാത്രങ്ങളിൽ അതിൽ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേ നീർദോശയ്ക്ക് വേണ്ടിയിട്ട് കുതിർത്ത പച്ചരിയിലേക്ക് ഒരു കോഴിമുട്ട അല്പം ഉപ്പും വെള്ളം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ലൂസ് ബാറ്റർ പോലെ ആക്കിയിട്ടാണ് നീർദോശ ഉണ്ടാക്കുക. അപ്പോൾ ഞാനത് മിക്സിയിലൊന്ന് അരഞ്ഞ് വരുന്ന സമയം കൊണ്ട് ദോശയ്ക്ക് വേണ്ട നമ്മൾ ദോശക്കല്ലിൽ അരയ്ക്കണ വാഴയുടെ കണ പൊട്ടിക്കാൻ വേണ്ടി പോയി. അവിടെ വാഴയുടെ കണ എന്നാണ് കേട്ടോ പറയാം. നമ്മുടെ വാഴയുടെ തണ്ട്, ഇലയുടെ തണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വന്നിട്ട് ഞാൻ അരപ്പ് ഒരു ലൂസിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് ദോശക്കല്ലിൽ അങ്ങനെ ഒഴിച്ച് വീശി കൊടുത്താൽ നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. പിന്നെ ഈ ദോശക്കല്ല് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാനന്ന് വീഡിയോയിൽ ഇട്ട ദോശക്കല്ലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അടന്ന് കിട്ടുന്നുണ്ട്, ഒട്ടിപ്പിടിക്കുകയും ചെയ്യണില്ല കേട്ടോ. കറക്റ്റ് അത് നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ അമ്പൂനെ നിർബന്ധം. എന്ന് വെച്ചാൽ നമ്മൾ ബൂസ്റ്റ് ഇട്ടിട്ട് കൊടുക്കില്ലേ പാലിൽ, അത് നിർബന്ധം. അപ്പോൾ അത് ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയിൽ അല്പം ചായപ്പൊടി ഇട്ടിട്ടാണ് കൊടുക്കാറ്, ബൂസ്റ്റ് നിർത്തിയിട്ടാണ്. അപ്പോൾ അത് കിട്ടാണ്ട് ആൾ നല്ല വയലൻ്റ് ആയിരുന്നു, വിശക്കണുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം അധികം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ കുറച്ച് വാശിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് അത് കൊടുത്താലൊരു സമാധാനമാണ്. അപ്പോൾ വേഗം അമ്പൂനുള്ള ചായ കൊടുക്കാൻ പോയിട്ടാ. കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നല്ല കരച്ചിലായിരുന്ന ആൾ, നല്ല വാശിയാണ്. ചില സമയത്ത് നല്ല വാശി പിടിക്കും, അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ മോനതൊക്കെ കൊടുത്ത് തനിയിരുന്ന് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ടി വി വെച്ച് കൊടുത്താലും ഒറ്റയ്ക്ക് തന്നെ കഴിക്കാം. ഒറ്റയ്ക്ക് കഴിക്കാനാണ് അവന് ഇഷ്ടം. ചോറാണൊന്ന് വാരി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചോളൂ ആൾ. പിന്നെ ബൂ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ബൂ ചോദിക്കും. അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്താൽ മതി, പിന്നെ പ്രശ്നമൊന്നുമില്ല. കണ്ണ് തെറ്റിയാൽ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുള്ളൂ. ഫുഡൊക്കെ ചായയുടെ കടിയൊക്കെ തനിയെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ അതാ ഞാൻ മോൻ്റെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വയ്ക്കും കേട്ടോ. ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചാൽ അവൻ ആവശ്യമുള്ള സമയത്ത് ആ ബോട്ടിൽ നിന്ന് തനിയെ എടുത്ത് കുടിച്ചോളും. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ടേബിളിൽ വെച്ചാൽ മോൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചോളൂ കേട്ടോ. അത് ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേക്കും ആൾ തീർത്ത് വയ്ക്കും. പിന്നെ അതിൽ നിറച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് പ്രമാണിച്ച് നമ്മുടെ ഫ്ലാസ്കിനെ പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം ചായ എപ്പോഴും ചൂടാക്കുക എളുപ്പമല്ലല്ലോ. അപ്പോൾ ഞാൻ ചായ തിളപ്പിച്ച് അങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ ചൂടാക്കി എടുക്കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത്യാവശ്യം പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം കഴുകി വെക്കുകയാണ്. അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴുകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അമ്പു എന്തിനോ ഓടുന്നത് കണ്ടപ്പോൾ പിന്നാലെ പോയതാണ്. വേറെ ഒന്നല്ല, അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്ന സന്തോഷത്തിൽ ഓടുകയാണ്. ആൾ അമ്മയുടെ ഒക്കത്തൊക്കെ കയറിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആൾക്ക് അമ്മ ഉണ്ടായി പിന്നെ നമ്മൾ വേണമെന്നില്ല, അമ്മ അവൻ്റെ എല്ലാ കാര്യവും നോക്കിക്കോളും. പൊതുവെ അങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും. എന്തായാലും അമ്മ വരുമ്പോൾ അവനുള്ള പാപ്പ് കൊടുത്തിട്ടുണ്ടാവും, അതാണ് മെയിൻ. അപ്പോൾ അമ്പൂനുള്ള പാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ നല്ല ചോളാപ്പൂരി ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ ആളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ. എപ്പോഴും അങ്ങനെ മുഖത്ത് സന്തോഷമൊന്നും ഉണ്ടാവില്ല, ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴാട്ട് ആൾ നല്ല ഹാപ്പിയാണ്. പിന്നെ
ബിസ്ക്കറ്റും അതും മോനെ ഫേവറേറ്റാണ്. അപ്പോൾ അതൊക്കെ കിട്ടിയ സന്തോഷമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. 2 ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. കൊള്ളി വറുത്തത് പിന്നെ എൻ്റെ ഫേവറേറ്റാണ്, അമ്പൂൻ്റെ ഫേവറേറ്റാണ്. അത് എന്തായാലും എനിക്ക് കൊടുക്കുന്നതാവില്ല, അമ്പൂന് കൊടുക്കുന്നതാവും. പക്ഷെ ഞങ്ങൾ കഴിക്കും, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേഗം മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇതൊരു കാടാണ്, ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണ പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മീൻ വാങ്ങിക്കാൻ വേണ്ടി റൂട്ടിലാണ് പോയിരുന്നത്. സാധാരണ അച്ഛനാണ് വാങ്ങിക്കാറ്. അച്ഛനപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചു കിട്ടാം. കുറേ നേരം കാത്തു നിന്നിട്ടാണ് മീൻകാരൻ വന്നത്. റോട്ടിൽ കൂടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു പട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വീഡിയോ എടുത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മീൻ വരുന്നത് കേട്ടോ. അവിടെ നിന്ന് കൂക്കേട്ടപ്പോൾ തന്നെ ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി നിന്നു. മീൻ ആവോലി ഉണ്ടായിരുന്നു, അതുപോലെ ചെമ്മീൻ ഉണ്ടായിരുന്നു, മാന്തൾ ഉണ്ടായിരുന്നു കേട്ടോ. ആവോലി അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ ആവോലി കണ്ടപ്പോൾ എനിക്ക് ആവോലി വാങ്ങിക്കണമെന്ന് തോന്നിയിട്ട് 1/2 കിലോ അന്വേഷിച്ചാൽ 2ഉം വാങ്ങിയിട്ടോ. മാന്തളും വാങ്ങിച്ചു, ആവോലിയും വാങ്ങി. ആവോലി അമ്പും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്പൂനെ വറുത്ത് കൊടുക്കാലോ വെച്ചിട്ടാണ് മെയിനായിട്ട് ആവോലി വാങ്ങിയത് കേട്ടോ. അപ്പോൾ 2ഉം തൂക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ അമ്മയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മീൻ നന്നാക്കാൻ ഇരിക്കാറില്ല. ഇത് നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി തരാം അമ്മയാണ്, ഞാൻ കറി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ആവോലി ഇതാണ്, കുഞ്ഞാവോലിയാണ് കേട്ടോ, ചെറിയ ആവോലിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീനാണിത്. അപ്പോൾ അമ്മ അത് വെട്ടി വൃത്തിയാക്കി വരുമ്പോഴേക്കും കറിക്കുള്ള തേങ്ങ വേഗം ചിരകി എടുക്കുകയാണ് കേട്ടോ. അത് മീൻ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മൾ കറി അടപ്പത്ത് വെച്ച് സെറ്റായാലും മീൻ പിന്നെ അതിൽ മുറിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോൾ വേഗം അതിനുള്ള തേങ്ങാപ്പാലൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് വെള്ളം, തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും വേറെ വെക്കും കേട്ടോ. അപ്പോൾ അതേ പാലൊക്കെ എടുത്ത് സെറ്റാക്കി ഇനി നമ്മുടെ മീൻ വറക്കണേക്കുള്ള അരപ്പും കൂടി തയ്യാറാക്കി എടുക്കണം. കുറച്ച് ചുവന്നുള്ളി, അതുപോലെ ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, കറിവേപ്പില, പച്ചമുളക് ഉണ്ട്, അതുപോലെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, മറക്കണ്ട. പിന്നെ ഇതേ ഞാൻ കറിക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില, പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി ചേർത്തിട്ട് നമ്മുടെ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2-ാം പാലിൽ കറി നന്നായിട്ട് സെറ്റായിട്ട് വരുമ്പോഴാണ് മീൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ വേഗം അടുപ്പ് ഒഴിയണതിനനുസരിച്ച് ഓരോന്നും അടുപ്പത്ത് വേഗം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ അപ്പോഴേക്കും വേഗം അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടാണ് കേട്ടോ. ഇത് ഞാൻ തലേ ദിവസം അലക്കിയിടുള്ളൂ കേട്ടോ. വെള്ളം തലേദിവസം വരുമ്പോൾ അങ്ങനെയാണ് അലക്കിയിടും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ കഴിവതും നൈറ്റിൽ നൈറ്റിൽ എന്ന് വെച്ചാൽ 10 മണിക്ക് ശേഷം കേട്ടോ. 10 മണിക്ക് ശേഷം ചിലവരോടൊക്കെ ഉറങ്ങും, പക്ഷേ നമ്മളോട് ഉറങ്ങില്ല. അപ്പോൾ അതങ്ങനെ കഴുകി ഡ്രയറിലൊക്കെ ഉണക്കിയിടും കേട്ടോ. പിന്നെ മോൻ്റെ ടൗസറുകളൊക്കെ ഇങ്ങനെ ഒരു 2 കസേര ഉണ്ട് ഇവിടെ, പഴയ കസേരയിൽ അങ്ങനെ വിരിച്ചിടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ മീനൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആവോലി അത് അമ്പൂനെ വറുത്ത് കൊടുക്കാം. അമ്പു ആദ്യമായിട്ടാണ് ഈ മീൻ കഴിക്കുന്നത്. അപ്പോൾ അമ്പൂനെ അത് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കും രാത്രിക്കും വേണ്ടിയിട്ട് 2 പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ എനിക്ക് കൺഫ്യൂഷനായി, ഇതിലേത് കറി വയ്ക്കും, ഇതിലേത് വറക്കും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായി. ലാസ്റ്റ് ഞാനൊരു തീരുമാനത്തിലെത്തി, കുറച്ച് ആവോലി കറി വയ്ക്കുക, 2-3 പീസ് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ട് ബാക്കി മാന്തൾ വറക്കാമല്ലോ. മാന്തൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടണതാണല്ലോ. അപ്പോൾ അത് 2-ലും ഞാൻ മസാല തേച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ ഇട്ട് വെന്ത് വന്നപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേക്കും കേട്ടോ. സൺഡേയാണ് അങ്ങനെ എണ്ണ തേക്കാറ്. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്പൂനും തേച്ചാരണം, അവനും തേച്ചാരണം. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആൾക്ക്. നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് തരാം കേട്ടോ തലയിൽ. പിന്നെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ കുറച്ച് കയ്യിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് അപ്പോൾ ഇതുപോലെ ചുറ്റിയിട്ട് അങ്ങോട്ട് വരും, പിന്നെ വരും, അങ്ങനെയായിട്ട് നിൽക്കുകയാണ് ആൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി വരുമ്പോഴേക്കും അമ്പൂനെ കുളിക്കാൻ അമ്മടയിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം ചോറൊക്കെ ഊറ്റിയെടുത്തു. അപ്പോൾ കുളി കഴിഞ്ഞ് സെറ്റായിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. 2 കൂടിയിട്ട് കടയിൽ പറഞ്ഞയച്ചിട്ടാ. പപ്പടം ഉണ്ടായിരുന്നില്ല, പപ്പടം വാങ്ങിക്കാൻ അങ്ങനെ കടയിലേക്കൊക്കെ പറഞ്ഞയച്ച് പോവുകയാണ്. അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അമ്മ അവിടെ വിറക് വിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ച് വാങ്ങിയാൽ കിട്ടിയ സന്തോഷമാണ് കേട്ടോ ആളുടെ മുഖത്ത് കാണുന്നത്. ഒരു ഇളിഞ്ഞ ചിരി കണ്ടില്ലേ, അത് ആ മഞ്ച് കിട്ടിയ സന്തോഷമാണ്. പിന്നെ കറിക്കുള്ള ഉള്ളിയൊക്കെ കാച്ചെടുത്തു, വേഗം പപ്പടമൊക്കെ കാച്ചെടുത്തിട്ടാണ്. അടുപ്പുമ്മത്തെ എന്താ ഒഴിയണത് അതിനനുസരിച്ച് വേഗം ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ.
തീ അങ്ങനെ ചൂട് പോയാൽ പിന്നെ എളുപ്പമല്ല വെച്ചിട്ട്. പിന്നെ അതേ മീനൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ വറുത്ത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് കാസറോളിലാക്കി വെക്കാട്ടോ ചെയ്യുക. അപ്പോൾ 2 നേരത്തിലുള്ള മീൻ വറുത്തിട്ട് അങ്ങനെ കുഞ്ഞ് കാസറോളാക്കി വെക്കും. അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനുള്ള ചോറ് എടുത്തിട്ട് അമ്മയെ ഏൽപ്പിക്കണ്ട. അപ്പോൾ അമ്മ കൊടുത്തോളും. പിന്നെ ഇതേ വേഗം അടിച്ച് തുടയ്ക്കാണ്ടായിരുന്നു കേട്ടോ. വേഗം തീർക്കുകയാണ്. വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലായിടത്തും അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ കുളിക്കുക. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതേ തുടച്ച് എല്ലാ റൂമും അകം മറം എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി കുളിക്കാൻ കയറിയപ്പോഴാണ് ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ വേഗം അതൊക്കെ ഒന്ന് കയറി നിറയ്ക്കാതെന്ന് വെച്ചാൽ ഫിൽറ്റർ വെച്ചതുകൊണ്ട് തന്നെ ഇത് കുറച്ച് തൊരടിപ്പണിയാണ്. വെള്ളമില്ലാണ്ട് ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം അഴുക്കടഞ്ഞതുകൊണ്ട് എത്ര ക്ലീൻ ചെയ്താലും വെള്ളം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് കുത്തി ഇപ്പുറത്തെ ടാങ്ക് നിറയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ വെള്ളം വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്കിയിടും കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പത്ത് ഞാൻ ചൂടുവെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വേഗം ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ സെറ്റാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് ചൂടാം. പിന്നെ ഇന്ന് എനിക്കൊരു AKTയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവാണ്. അമ്പൂനെ ഉറക്കിയിട്ടമ്മ. അപ്പോൾ അമ്മയും പോവാണ്. അപ്പോൾ അമ്മേനെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കണം. പിന്നെ കുറച്ചൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി മറക്കാണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.